സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണേ. വലാ തമൂതുന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ റമദാനിൽ നേടിയെടുത്ത ആ തഖ്വ അത് കൈമോശം വരാതെ ജീവിതാവസാനം വരെയും മരണം വരെയും ജീവിക്കുവാൻ നാം പരിശ്രമിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ. ഇന്നലെ മാസപ്പിറവി കണ്ടത് മുതൽ നാം എല്ലാവരും നമ്മുടെ നാവിന് മുമ്പിലായി തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, നാം എത്ര ഏറ്റു പറഞ്ഞിട്ടുണ്ട്, എത്ര നാം ചൊല്ലിക്കഴിഞ്ഞു. എന്താണ് സഹോദരന്മാരെ ഈ തക്ബീർ ധ്വനികളിലൂടെ നാം ലക്ഷ്യം വെക്കുന്നത്? ഈ പ്രപഞ്ചത്തിലെ സകലമാന വസ്തുക്കളെക്കാളും എനിക്ക് എന്റെ റബ്ബും അവന്റെ കൽപ്പനകളുമാണ് വലുത് എന്നുള്ള ആ പ്രഖ്യാപനമാണ് ഈ തക്ബീർ ധ്വനികളിലൂടെ നാം പ്രഖ്യാപിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല, വലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ഈ കാര്യങ്ങളാണ് ആ തക്ബീർ ധ്വനികളിലൂടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ എല്ലാ ആരാധനകളും എന്റെ എല്ലാ പ്രാർത്ഥനകളും ആരാധനയുടെ ഭാഗമായി വരുന്ന ഏത് കാര്യങ്ങളുണ്ടോ അതെല്ലാം എന്നെ സൃഷ്ടിച്ച എന്നെ പരിപാലിക്കുന്ന എന്റെ റബ്ബിന് മാത്രമുള്ളതാണ് എന്നുള്ള ആ ഒരു പ്രഖ്യാപനമാണത്. എല്ലാം കാണാൻ കഴിവുള്ള, എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന ആ റബ്ബിന്റെ മുമ്പിലാണ് എന്റെ എല്ലാ വിഷമങ്ങളും എനിക്ക് പറയാനുള്ളത്, എനിക്ക് അർപ്പിക്കാനുള്ളത് എന്നുള്ള പ്രഖ്യാപനമാണ് ആ തക്ബീർ ധ്വനികളിലൂടെ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ റബ്ബിന്റെ കൽപ്പനകൾ പാലിച്ചു ആ കാർമ